വോട്ടെടുപ്പ് ദിനത്തിൽ രാഷ്ട്രീയ ബോംബുമായി ഇ.പി. ജയരാജൻ. ജയരാജന്റെ ആത്മകഥയിൽ പിണറായി സർക്കാരിനും CPM നേതൃത്വത്തിനുമെതിരെ കടുത്ത വിമർശനമാണ്. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്ന് ഇ.പി. ഈ പുസ്തകത്തിൽ പറയുന്നു. ദേശാഭിമാനിക്കായി ബോണ്ട് വാങ്ങിയത് പാർട്ടിയുമായി ആലോചിച്ചാണ്. സ്ഥാനങ്ങൾക്ക് വേണ്ടി പാർട്ടിയിൽ വരുന്നവർ വയ്യാവേലിയായി മാറുന്നു. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിൽ മാനസിക വിഷമം നേരിട്ടു എന്നും ആത്മകഥയിൽ പറയുന്നു എന്നാണ് അറിയുന്നത്. പ്രജിത്ത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ ആത്മകഥയിൽ നിന്ന് എടുത്തത് എന്ന രീതിയിൽ ചില പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വരുമ്പോൾ കട്ടൻ ചായയും പരിപ്പുവടയും പറയാൻ പോകുന്നത് സ്ഫോടനാത്മകമായ കാര്യങ്ങളാണ് എന്നുള്ള കാര്യമാണ് വെളിവാകുന്നത്. പ്രജിത്ത്, എന്തൊക്കെ വിവരങ്ങൾ ഈ ആത്മകഥയിലെ ഭാഗം എന്ന രീതിയിൽ പുറത്തു വരുന്നു? വീണ, ഒരുപക്ഷെ കേരളത്തിൽ CPM നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളൊന്ന് ഈ ബുക്ക്, ഈ ആത്മകഥ അതിൻ്റെ ഒറിജിനൽ രൂപത്തിൽ പുറത്തു വന്നാൽ ഒരുപക്ഷെ CPM വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അല്ലെങ്കിൽ ആ രീതിയിൽ പാർട്ടിയിലെ പോര് അത് എത്ര വലുതായിട്ടുണ്ട്, ഇ.പി. ജയരാജൻ എന്ന നേതാവിനെ ആരാണ് സംഘടനാപരമായി പാർട്ടിക്കുള്ളിൽ ഒതുക്കിയത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ചു കാലമായി CPM ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആഭ്യന്തര കലഹങ്ങളുടെ എല്ലാം ഒരു നേർചിത്രം ആ സംവിധാനത്തിന്റെ, ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്ത പോസ്റ്റുകളിൽ ഇരുന്ന സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖരായ ഒരു നേതാവിൽ നിന്ന് തന്നെ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന പ്രസക്ത ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്, ഒന്ന്, പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനം. രണ്ടാം പിണറായി സർക്കാർ ദുർബലമെന്ന തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഇതടക്കം കാരണമായി എന്ന രീതിയിലുള്ള ഒരു പരോക്ഷ സൂചന പോലെയാണ് ഇ.പി. ജയരാജൻ തന്റെ പുസ്തകത്തിൽ ഇത് ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയമടക്കം പാളി എന്നുള്ള വിമർശനവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹത്തെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതുമായി ബന്ധപ്പെട്ടാണ്. LDF കൺവീനർ സ്ഥാനത്ത് തന്നെ നീക്കിയ തീരുമാനം തനിക്ക് മാനസികമായി പ്രയാസമുണ്ടാക്കി. അത് ഒന്ന്, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ തനിക്കെതിരെ നടപടി വരേണ്ടത് കേന്ദ്ര കമ്മിറ്റിയിലാണ്. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു. അതിൽ തനിക്കെതിരായ നടപടികളിൽ ആലോചന നടന്നത് താനില്ലാത്ത സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് എന്നുള്ളതും ഇ.പി. ജയരാജൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതൊക്കെ വലിയ രീതിയിലുള്ള മാനസിക പ്രയാസമുണ്ടാക്കി, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. പാർട്ടി തീരുമാനം വന്നപ്പോൾ അത് അണികൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം മുൻപ് വളരെ വിവാദമായിരുന്ന, ഒരു കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെട്ട സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട ദേശാഭിമാനി ബോണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടും ഇ.പി. ജയരാജൻ ഈ പുസ്തകത്തിൽ തുറന്നു പറയുന്നുണ്ട്. അതായത് അന്ന് താൻ ഈ രീതിയിൽ പണം വാങ്ങിക്കുന്ന രീതിയിലേക്ക് നേരിട്ട ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. ആ ഇടപെടൽ നടത്തിയത് ദേശാഭിമാനിയുടെ മാർക്കറ്റിംഗ് വിഭാഗമാണ്. ആ മാർക്കറ്റിംഗ് വിഭാഗത്തിന്റെ തീരുമാനപ്രകാരം പരസ്യം നൽകുന്ന ഒരാളിൽ നിന്ന് കുറച്ച് പണം അത് അഡ്വാൻസായി വാങ്ങിക്കുക മാത്രമാണ് ചെയ്തത്. ഇത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ്. പക്ഷേ ഇത് വേറെ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടു. അന്ന് വിഭാഗീയതയുടെ ഭാഗമായി VS അച്യുതാനന്ദൻ ഇത് ആയുധമാക്കി എന്നുള്ളത് സംസ്ഥാന നേതൃത്വത്തിനെതിരെ, അതായത് പിണറായി വിജയനെതിരെ ആയുധമാക്കി എന്നുള്ള കാര്യം കൃത്യമായി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിന്നീടുള്ളത് ഈ പറയുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ മറ്റ് മുന്നണികളിൽ നിന്നും പാർട്ടികളിൽ നിന്നും തങ്ങളിലേക്ക് വരുന്ന ആളുകളുടെ ഒരു വിഷയം അത് ചർച്ച ചെയ്യേണ്ടതാണ് എന്നുള്ളത് സരിന്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ സരിനെ ചൂണ്ടിക്കാട്ടി ഇ.പി. ജയരാജൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ. പ്രത്യേകിച്ച് വയ്യാവേലികൾ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. PV അൻവറിനെ പോലെ മറ്റൊരു സ്ഥലങ്ങളിൽ നിന്ന് വന്ന്, പാർട്ടികളിൽ നിന്ന് വന്ന് പാർട്ടിക്ക് അവസാനം അത് വയ്യാവേലിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സരിന് അവസരവാദി എന്ന രീതിയിലേക്കുള്ളൊരു പരാമർശത്തിലേക്ക് ഇ.പി. ജയരാജൻ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒട്ടനവധി വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മുൻപ് പറയാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഇ.പി. ജയരാജൻ തുറന്നു പറയുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇപ്പോൾ ഇ.പി. ജയരാജൻ ഇത് നിഷേധിക്കുന്നുണ്ടെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പുസ്തകത്തിന്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ചാണെങ്കിൽ ഈ പുസ്തകം അത് ഇ.പി. ജയരാജൻ തന്നെ തയ്യാറാക്കി നൽകിയതാണ്. പക്ഷേ അദ്ദേഹം ഈ ഘട്ടത്തിൽ ഇത് പുറത്തു വരുമെന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം കൃത്യമായി ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കൃത്യമായി വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ ഈ രീതിയിൽ ഇത് ചർച്ചയാകണം എന്നുള്ള രീതിയിൽ തന്നെ ആദ്യഘട്ടത്തിൽ ഇതിന്റെ പ്രസക്ത വിവരങ്ങൾ പുറത്തു വരുന്നതിനുള്ള ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുകയും പിന്നീട് അതിനെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതുമാണ്. നമ്മൾ മുൻപ് പറയുന്നത് പോലെ തന്നെ പണ്ട് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് VS അച്യുതാനന്ദൻ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ഇ.പി. ജയരാജൻ ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. പാർട്ടിയെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം പോയി. അതിനുള്ള മനഃപൂർവ്വമുള്ള നടപടിയാണ് ഇതെന്നുള്ളതൊരു വിമർശനവും ഒരു കോണിൽ നിന്ന്
വരുന്നുണ്ട്. എന്തായാലും CPM-ഉം ഈ പറയുന്ന രീതിയിൽ VP ജയരാജൻ ഈ വിഷയം എല്ലാം നിഷേധിച്ചിട്ടുണ്ട് എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ ജയരാജൻ ഉന്നയിച്ച കാതലായ വിഷയങ്ങൾ അത് ചർച്ചയാകേണ്ട രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അത് ആ പുസ്തകം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ, EP ജയരാജൻ്റെ ആത്മകഥ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ അത് കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. നേരത്തെ ഇടതുമുന്നണി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം നീക്കിയതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം, താൻ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ പറ്റി ഒരു ആത്മകഥ എഴുതുന്നുണ്ട്, തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ EP ജയരാജന് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വീണ, പ്രജിത്ത്, EP ഇതെല്ലാം നിഷേധിച്ചിട്ടുണ്ട് എങ്കിലും DC ബുക്സ് ഇതൊന്നും നിഷേധിച്ചിട്ടില്ലല്ലോ ഇതിൻ്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ട്. തൽക്കാലം ഇത് പ്രസാധനം ഇന്നുണ്ടാകില്ല, പ്രകാശനം ഇന്നുണ്ടാകില്ല എന്നുള്ളത് മാത്രമാണ് അവരുടെ പോസ്റ്റിൽ അവർ അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനുശേഷം വരും എന്ന കാര്യം, അതായത് ഇപ്പോൾ പുറത്തു വന്നതൊന്നും അവർ നിഷേധിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ച് EP പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ അവർക്കത് വിശ്വാസത്തിലെടുക്കേണ്ട സാഹചര്യമായിരിക്കാം. പക്ഷെ പൊതുജനം അങ്ങനെ കരുതേണ്ടതില്ലല്ലോ. വീണ, അത് കൃത്യമാണ്. കാരണം ഒരു DC ബുക്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പ്രസാധകരിൽ ഒരാളാണ്. വളരെ പാരമ്പര്യമുള്ള പ്രസാധക ഏജൻസിയാണ്. അവർ ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ലാഘവത്തോടെ എന്തെങ്കിലും ചെയ്തു കൂട്ടുന്ന ഒരു സംവിധാനമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം മലയാളത്തിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക പ്രധാനപ്പെട്ട പുസ്തകങ്ങളെല്ലാം തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഒന്നോ രണ്ടോ ഏജൻസികളുടെ പേരെടുത്താൽ, ഒന്നോ രണ്ടോ പബ്ലിഷേഴ്സിൻ്റെ പേരെടുത്താൽ അതിലൊന്ന് DC ബുക്സ് ആണെന്നുള്ള കാര്യത്തിൽ അത് ആർക്കും തർക്കമില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ബുക്ക് പുറത്തിറങ്ങുന്നതിന് മുൻപ് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചതിന് ശേഷം മാത്രമേ ആ പുസ്തകം അവർ പുറത്തിറക്കാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ പുസ്തകം പുറത്തിറങ്ങുന്ന സമയവുമായി ബന്ധപ്പെട്ടൊക്കെ ചില മാർക്കറ്റിംഗ് ഗിമിക്സ് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പോഴും ഇല്ലാത്ത കാര്യം, പറയാത്ത കാര്യം DC ബുക്സിനെ പോലൊരു പബ്ലിഷർ അത് ഈ രീതിയിൽ പുറത്തുവിടുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ DC ബുക്സ് ഈ രീതിയിൽ തങ്ങൾ ഇന്ന ദിവസം ഉടൻ തന്നെ ഈ ബുക്ക് പ്രസിദ്ധീകരിക്കുമെന്നുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അത് EP ജയരാജനെ നവമാധ്യമത്തിൽ ടാഗ് ചെയ്തുകൊണ്ടാണ് ഇടുന്നത്. ഇപ്പോൾ അത് EP കണ്ടില്ലെങ്കിലും ശരി, മറ്റാരെങ്കിലും EP-യുമായി ബന്ധപ്പെട്ട എല്ലാവരും അത് കണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരമൊരു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരമൊരു പുസ്തകം വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ EP ജയരാജൻ അറിയാതെ ഇത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഒരു പുസ്തകം പുറത്തിറങ്ങുമ്പോൾ അതിൽ റോയൽറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്, സാമ്പത്തിക ഇടപാടുകളുണ്ട്, ഇതിൻ്റെ കരാറുകൾ ഇപ്പോൾ എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളില്ലാതെ DC ബുക്സ് പോലെ ഇത്രയധികം പാരമ്പര്യമുള്ള ഒരു പബ്ലിഷർ ആ ബുക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ബുക്ക് പ്രസിദ്ധീകരണത്തിലേക്ക് തന്നെ എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ പല പുസ്തകങ്ങളുടെയും പുസ്തകങ്ങളുടെ പലതിൻ്റെയും പ്രിന്റിംഗ് വരെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് ഔദ്യോഗികമായി DC ബുക്സിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം വരുന്നില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ ഇതിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുള്ളതിനാൽ, സാങ്കേതിക വിഷയങ്ങളുള്ളതിനാൽ തൽക്കാലം ഇതിൻ്റെ പ്രസിദ്ധീകരണം അല്ലെങ്കിൽ ആ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതും, ഇതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുസ്തകം പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നുള്ളതാണ് അവരുടെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ കുറച്ച് മുമ്പ് വീണ പറഞ്ഞതുപോലെയാണ്, ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ കണ്ടന്റ് ഒരിടത്ത് പോലും DC ബുക്സ് നിഷേധിക്കുന്നില്ല. ഇങ്ങനെയൊരു വിഷയം, ഇങ്ങനെയൊരു ഈ പറയുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ആ ബുക്കിലില്ല എന്ന് DC ബുക്സ് പറയുന്നില്ല. അത് തന്നെ കൃത്യമായി നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കണ്ടന്റ്, ഈ പറയുന്ന EP ജയരാജൻ്റെതായി വന്നിരിക്കുന്ന ഈ പരാമർശങ്ങൾ, അത് ആ ഒരു പുസ്തകമുണ്ട്, ആ പരാമർശങ്ങളുണ്ട്, ആ പരാമർശങ്ങൾ തന്നെയാണ് DC ബുക്സിൽ നിന്ന് പുറത്തു വന്നത് എന്നുള്ളതാണ്. അത് നിഷേധിക്കാത്ത സാഹചര്യത്തോളം, DC ബുക്സ് നിഷേധിക്കാത്ത സാഹചര്യത്തോളം തങ്ങളുടെ കയ്യിൽ ഇത്തരം ഒരു പുസ്തകമില്ല, അല്ലെങ്കിൽ തങ്ങൾ ഇത്തരം ഒരു പുസ്തകം അച്ചടിച്ചിട്ടില്ല എന്ന രീതിയിൽ പറയാത്ത ഈ മണിക്കുള്ള രാഷ്ട്രീയ ബോംബാണ് EP-യുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്.